വീടെടുക്കാം വീട്ടുവായ ഓർമ്മി നബിക്കുവാണ് അപ്പോൾ ഇതാണ് അസ്മിൽ കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നുള്ള വീഡിയോയിലൊക്കെ ഞാൻ കുറച്ചൊക്കെ ഞങ്ങളുടെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് അസ്മിൽ. പിന്നെ 15 വയസ്സായി. അവന് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞതാണ്. കോക്ലിയർ ഇംപ്ലാന്റ് സർജറി എന്ന് പറഞ്ഞാൽ ചെവി കേൾക്കാത്ത കുട്ടികൾക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചാൽ പോലും കേൾക്കാൻ സാധിക്കാത്ത കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സർജറിയാണത്. അത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് ചെവി കേൾക്കുകയും ചെയ്യും. കഴിഞ്ഞാൽ മാത്രം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി വരും വീഡിയോയിൽ അതിനെക്കുറിച്ചൊക്കെ പറയാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ സെറിബ്രൽ പാൾസി എന്നുള്ള ഒരു കണ്ടീഷനിൽ കൂടിയാണ് മോന് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ഇപ്പോഴും ആ അവസ്ഥ ഉണ്ട്. അവന് കഴുത്തുറക്കാനും എല്ലാത്തിനും വളരെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ നിലയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ തെറാപ്പിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് വീടെടുത്ത് ഫ്ലാറ്റാണ്, അവിടെ താമസിക്കുകയാണ്. അപ്പോൾ ഞാനും അവനും മാത്രമേ ഉള്ളൂ. എനിക്ക് 3 മക്കളാണ്. അപ്പോൾ ചെറിയ മോന് LKG-യിലാണ്. വലിയ ആള് 20 വയസ്സായി. അവൻ വേറെ ഒരു കോഴ്സിന് പഠിക്കുകയാണ്. അപ്പോൾ അവന് നോമ്പ് എനിക്കുള്ളൂ എന്നുണ്ടെങ്കിലും മറ്റുള്ള റൂമുകളിൽ നിന്നൊക്കെ സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അപ്പോൾ മോനിക്ക് എന്തെങ്കിലുമൊക്കെ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാമെന്ന് വെച്ച് തെറാപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മേലൊക്കെ കയറുമ്പോഴത്തേന് എല്ലാവരും തളർന്നിട്ടുണ്ടാവും കേട്ടോ. ഞാൻ മാത്രമല്ല, ഇവിടെ ഒരുപാട് പേരൻസ് ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് താമസിക്കുന്നത്. എല്ലാവരും നല്ലോണം ടയേർഡായി ഉണ്ടാവും. എന്നാലും മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ, നോമ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഓരോ റൂമിൽ നിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ മോൻ പറയും നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. ഞാനും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ അവർ ഉണ്ടാക്കി കൊടുക്കും. അവർക്ക് വേണ്ടിയിട്ടല്ലേ നമ്മളിൽ ജീവിക്കുന്നത്, അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അപ്പോൾ എന്താ ഉണ്ടാക്കണം എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല. നമ്മളിങ്ങനെ എന്തൊക്കെ ആ സമയത്ത് എന്താ തോന്നുന്നത് രണ്ടാൾക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അവന് പുറത്ത് പോയിട്ട് കളിക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുറത്ത് നേരത്തെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ അയൽവാസികൾ, ഇവിടുത്തെ അയൽവാസി കുട്ടികളെല്ലാവരും കൂടിയിട്ട് പുറത്ത് പോയിട്ട്, ഞങ്ങൾ ഇവിടെ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് അവരെല്ലാവരും കൂടി പുറത്ത് പോയിട്ട് ഭയങ്കര കളിയാണ്. പിന്നെ കൈവിട്ട് നടക്കാറായിട്ടില്ല കേട്ടോ. അവരും കൈവിട്ട് നടക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിവിടെ തെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോണത്. അപ്പോൾ പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ വീൽ ചെയർ അവൻ കുറച്ചൊക്കെ എടുക്കാറുണ്ട്, കൂടുതലായിട്ട് എടുക്കാറില്ല. പക്ഷെ കളിക്കാൻ പോണ സമയത്ത് അവന് വീൽ ചെയറിലല്ലേ എളുപ്പം. പിന്നെ അവിടെ കുട്ടികളെല്ലാവരും വീൽ ചെയറിൽ തന്നെയാണ് ഉള്ളത്. അവർക്ക് കളിക്കാനൊക്കെ സൗകര്യം. പിന്നെ അങ്ങനെ തട്ടി വീഴുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ പേടിയല്ലേ. ഇതാകുമ്പോൾ പിന്നെ അവർ ഒറ്റയ്ക്ക് പോയിട്ട് എല്ലാവരും കൂടിയിട്ടിരുന്ന് കളിക്കും. നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ നിങ്ങൾക്കത് കാണാം, അവരുടെ കളിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. തുടർന്നുള്ള വീഡിയോയിലും ഞാൻ കുട്ടികളുടെ ഓരോ വിശേഷങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നെജയാണ്, ഞങ്ങളുടെ അടുത്ത റൂമിലുള്ള കുട്ടി തന്നെയാണ് അയാളും. അപ്പോൾ ഇവരെ കളിയാണ് കേട്ടോ ഇനി മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒരു സന്തോഷമാണ്. നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം. സന്തോഷം വെച്ചാൽ ഇതിനെ കുറിച്ച് സന്തോഷിക്കല്ല, പക്ഷെ നമ്മുടെ മക്കൾ ഇത്രയെങ്കിലും ആവണുണ്ടല്ലോ, ഇത്രയെങ്കിലും ആയല്ലോ. ബെഡേണായിട്ട് എത്രയോ മക്കൾ കിടക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ അങ്ങനെ ആവേണ്ട മക്കളായിരുന്നു ഇവരെല്ലാവരും കേട്ടോ. ഇവരെ രക്ഷിതാക്കളുടെ അത്രയും കഠിന അധ്വാനം തന്നെയാണ്. നാടും വീടും ജീവിതവും സമ്പാദ്യം ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ടാണ് അവരിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് പിന്നെ അമ്മമാർക്കുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തിന്റെ പുറത്താണ് ഓരോ മക്കളും ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. അവരുടെ കഷ്ടപ്പാട്. ഞാൻ എന്നെ കുറിച്ചിട്ടല്ല പറയുന്നത്, ഇതിൽ കാണുന്ന ഓരോ കുട്ടികളുടെ പേരൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതേപോലുള്ള കുറേ വീഡിയോസ് ഇടണം എന്നാണ്. കാരണം ഫുള്ള് കുറേ പേരൻസ് ഉണ്ടാവുമല്ലോ, എന്ത് ചെയ്യണം, കുട്ടികളെ എന്ത് കാണിക്കണം എന്നറിയാണ്ടൊക്കെ വിഷമിച്ചിരിക്കുന്നവർ. നമ്മൾ വീട്ടിൽ വിഷമിച്ചിരുന്നോണ്ടൊന്നും ആരും നമ്മളുടെ അടുത്തേക്ക് വരില്ല. നമ്മുടെ മക്കൾ നേരാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ട് ഇറങ്ങണം. നമുക്കതിന് കുറേ പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. പിന്നെ നമ്മളൊരു വണ്ടിയിൽ സ്ഥിരമായിട്ട് പോണ സമയത്തും പിന്നെ കറക്റ്റ് ടൈമിൽ ഫിസിയോക്ക് എത്താത്ത ബുദ്ധിമുട്ട്, ഇതൊക്കെ ഒരു ടൈമിംഗ് ആണല്ലോ, നല്ല ബുദ്ധിമുട്ടാണ്.
പിന്നെ വീഡിയോ എടുക്കുകയാണ്. ഇവര് ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നത് കാണാൻ നല്ല രസമാണ്. പക്ഷെ വീഡിയോ എടുക്കുകയാണെന്ന് അറിഞ്ഞ കാരണം അവര് കളി അത്ര അങ്ങോട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ക്യാമറ കാണുന്ന സമയത്തേ അവര് പരിഗണ കളിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല രസമാണ്. വൈകുന്നേര സമയങ്ങളിൽ ഇവരെല്ലാവരും വീൽ ചെയറിൽ ഇരുന്നിട്ട് കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. കാരണം പുറത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലൊന്നും ഇവരെ ആരും സമൂഹം ചേർത്ത് പിടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ള കുട്ടികൾ അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇവർക്ക് കഴിയില്ല എന്നുള്ളൊരു തോന്നലാണ് അവർക്ക്. അപ്പോൾ ഇവര് സ്വതന്ത്രരാണ്, ഇവർക്ക് എല്ലാത്തിനും ഇവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പരസ്പരം മനസ്സിലാക്കുന്നുണ്ട് ഓരോരുത്തർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇവരിവിടെ നിന്ന് കാണിക്കും, ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളെ കുട്ടികൾക്ക് ഇത്രയൊക്കെ കഴിവുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മോനക്കുള്ള പലഹാരമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, കഴിച്ചു നോക്കുമ്പോൾ കുറച്ചൊക്കെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മോനായതിനു ശേഷം ഭയങ്കര ഈ ഫുള്ള് ഓട്ടം തന്നെയല്ലേ, ഭയങ്കര മടിയാണ് കിച്ചണിൽ കയറിയിട്ട് ഓരോന്നും ഉണ്ടാക്കാൻ. കാരണം വർഷങ്ങളായിട്ടുള്ള ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ നമ്മളാകെ തളർന്നു പോകും. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ പറഞ്ഞ് കുറേ എന്തൊക്കെയോ പറഞ്ഞൂല്ലേ. ഇനി ഒരുപാട് പറയാനുണ്ട് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ചെച്ചുവിനെ കുറിച്ചും ചെച്ചു ഈ ചാടി കളിക്കുന്ന ആളാണ് ചെച്ചു. ഇവളെ കുറിച്ചും ഇവളെ അനിയനെ കുറിച്ചും എല്ലാവരെ കുറിച്ചിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായോ, അതിൽ ഞാൻ എന്തൊക്കെയാണ് എൻ്റെ കുറവുകൾ എന്നൊക്കെ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് പറയണം കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്തു, ഞാനും മോനും കൂടിയിട്ട് നോമ്പ് തുറക്കുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ ആ മിസ്റ്റേക്കുകൾ എന്താണ്, എങ്ങനെയൊക്കെയാണ് ഞാനും നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വരേണ്ടത് എന്നുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് പറയണം കേട്ടോ. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എൻ്റെ മോൻ്റെ വിജയം. അപ്പോൾ നന്ദി, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്. സൂപ്പർ കാണിക്കും, സൂപ്പർ പറയും.